താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് ഇന്ന്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനും ദേവനും തമ്മിലാണ് മത്സരം. നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, ആശ അരവിന്ദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അർച്ചന ചേരുകയാണ്. അർച്ചന, വോട്ടെടുപ്പ് തുടങ്ങിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, അല്പസമയം മുൻപാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്താനായി കൊച്ചിയിലെ ഹോട്ടലിലെത്തി. കൃത്യം 10 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തൽ ആരംഭിച്ചു. 1 മണിവരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും നടന്മാരായ ശ്രീനിവാസൻ, ഒപ്പം ബാബുരാജ്, ശ്വേത മേനോൻ തുടങ്ങി പ്രമുഖ നടന്മാരും നടിമാരും എല്ലാം തന്നെ വോട്ട് ചെയ്യാൻ കൊച്ചിയിലെ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ഒപ്പം ശ്വേത മേനോനും തമ്മിലാണ് മത്സരം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഒന്ന് ലക്ഷ്മി പ്രിയ, ഒപ്പം ഈ നാസർ ലത്തീഫ്, ജയൻ ചേർത്തല തുടങ്ങിയവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അൻസിബ നേരത്തെ തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരും ഒപ്പം ഈ രവീന്ദ്രനും തമ്മിലാണ് മത്സരം. എന്തായാലും വലിയ രീതിയിൽ മത്സരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം ഏറ്റവും പ്രധാനമായും സംഭവബഹുലമായ ഒരു സാഹചര്യങ്ങൾക്ക് ഒടുവിലും ഒപ്പം തർക്കങ്ങൾക്ക് ഒടുവിലാണ് അമ്മ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വലിയ രീതിയിൽ തർക്കങ്ങൾ അമ്മയ്ക്കകത്തുണ്ടായിരുന്നു. പരസ്യപ്പോര് വരെ നമ്മൾ കണ്ടതാണ്. പ്രധാനമായും ആരോപണ വിധേയരായവർ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് അമ്മ സംഘടനയിലെ മുഴുവൻ പേരും വ്യക്തമാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. ബാബുരാജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരുന്നു. അതിനുശേഷമാണ് ഈ മത്സരഘട്ടത്തിലേക്ക് കടക്കുന്നത്. ബാബുരാജ് ഉൾപ്പെടെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. മോഹൻലാൽ അല്പസമയം മുൻപാണ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. മോഹൻലാൽ, നമുക്കറിയാം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ വരണമെന്ന് നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ്. എന്നാൽ താൻ മത്സരരംഗത്തേക്കില്ല എന്നാണ് മോഹൻലാൽ ആ ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. തുടർന്നാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തത്. എന്തായാലും വോട്ട് ചെയ്യാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട്. മാത്രമല്ല, സുരേഷ് ഗോപി, ഒപ്പം മുകേഷ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഈ താരസംഘടനയിലെ അംഗങ്ങളാണ്. അവരെല്ലാം തന്നെ വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 506ഓളം അംഗങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായുണ്ട്. അവരൊക്കെ ഈ വോട്ട് രേഖപ്പെടുത്താൻ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറിലും ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. 1 മണിവരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം. 4 മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും. സ്ത്രീ സാന്നിധ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അമ്മയുടെ തലപ്പത്തേക്ക് വരണമെന്നൊരു ആവശ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. അത്തരമൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്വേത മേനോനെ പിന്തുണയ്ക്കുന്നവരും ഒപ്പം ദേവനെ പിന്തുണയ്ക്കുന്നവരും എല്ലാം തന്നെയുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള തർക്കങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ ശ്വേത മേനോനെതിരെ പലരും കേസ് കൊടുക്കുന്ന സാഹചര്യം വരെ അമ്മയ്ക്കകത്ത് ഉണ്ടായി. മാത്രമല്ല, കുക്കു പരമേശ്വരന് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉടലെടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് അമ്മ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും അമ്മയെ നയിക്കാൻ കൃത്യമായ ഒരു നേതൃത്വം വേണമെന്ന് തന്നെയാണ് അംഗങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ഈ നേതൃത്വത്തിലേക്ക് വരട്ടെ എന്നാണ് ഈ സമയത്ത് പ്രതികരിച്ചവരെല്ലാം തന്നെ ഒന്നടങ്കം പറഞ്ഞത്. എന്തായാലും ഇനിയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നിരവധിയായ പ്രമുഖരടക്കം എത്താനുണ്ട്. നടൻ മോഹൻലാൽ അല്പസമയം മുൻപാണ് വോട്ട് രേഖപ്പെടുത്താനായി കൊച്ചിയിലെ ഹോട്ടലിലേക്ക് എത്തിയത്. ഇനിയും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷമി. അർച്ചന, തീർച്ചയായിട്ടും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടന്മാരെയും നടിമാരെയും ഒക്കെ കാണാനായി വലിയ താല്പര്യത്തിലാണ് ജനങ്ങൾ. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുമോ എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഒരു വിപ്ലവം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് എത്രമാത്രം സാധ്യമാണ്, എത്രമാത്രം സാധ്യതയുണ്ട് അർച്ചന? ഷമി, അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ഉയർന്നു വരുന്ന ചോദ്യം. കാരണം അമ്മയിലെ ഒരു വിഭാഗം ആളുകൾ നമ്മളോട് ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതികരിച്ചപ്പോൾ പോലും അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശ്വേത മേനോനെ പിന്തുണയ്ക്കുന്നവർ ഉണ്ട്. അതുകൂടാതെ തന്നെ ശ്വേത മേനോനെതിരെ ഈ പരാതി വന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ശ്വേത മേനോന് പിന്തുണ നൽകിക്കൊണ്ട് നിരവധി ആളുകൾ എത്തിയിരുന്നു. കാരണം അമ്മയ്ക്കകത്ത് നിന്ന് തന്നെ ശ്വേതയ്ക്കെതിരെ വേട്ടയാടുന്നു തുടങ്ങിയ പരാതികളാണ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ശ്വേത മേനോൻ ആ ഘട്ടത്തിൽ തന്നെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ആരായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 പേരാണ്. ഒന്ന് രവീന്ദ്രനും കുക്കു പരമേശ്വരനും സമാനമായ രീതിയിൽ ഈ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങളിലേക്കും പോരിലേക്കും കടന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഈ സ്ത്രീ സാന്നിധ്യം അടക്കം വരണമെന്നൊരു ആഗ്രഹം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരും, അമ്മയെ നയിക്കാൻ ആര് രംഗത്തെത്തുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട